السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن، بسم الله ما شاء الله قال. أعوذ بكلمات الله التامات من كل شيطان وهمة ومن كل عين لامة. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي خلت خيلتي أدركني مرادي يا رسول الله. സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദിയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവർ ചെറുതും വലുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങളെ നീ പൂർണ്ണീച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ സയ്യിദിയ മജ്ലിസിന് സാദാത്യങ്ങൾ നേതൃത്വം നൽകുന്ന മഹാന്മാരുടെ കാവലുള്ള നോട്ടമുള്ള ഈ സയ്യിദിയ മജ്ലിസിന് ഹൃദയത്തോട് വെച്ച് ഇഷ്ടം വെക്കുന്നവരുണ്ട്. ഇതിന്റെ മുഹിബ്ബീങ്ങളുണ്ട്. ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട്. മജ്ലിസ് മുടങ്ങി കഴിഞ്ഞാൽ അതിൽ വലിയ ടെൻഷൻ അടിക്കുന്നവരുണ്ട്, വലിയ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാ, നീ പ്രയാസം നീ കൊടുക്കല്ല അല്ലാ, നീ ബുദ്ധിമുട്ടിലാക്കല്ല അല്ലാ, നീ അടങ്ങേറിലാക്കല്ല അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഇവിടെ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, ഇസ്തിഗ്ഫാറിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ സകലമാന ചെറുതും വലുതുമായ എല്ലാ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാ. നീ കാവലേഖണേ അല്ലാ. ഇൻഷാ അല്ലാഹ് പവിത്രമാക്കപ്പെട്ട ശവ്വാൽ മാസത്തിലെ 24ാമത്തെ പകലിലാണ് എൻ്റെ മുത്തുമിനീങ്ങളെ ഞാനും നിങ്ങളും നിലകൊള്ളുന്നത്. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും, ഇസ്തിഗ്ഫാറും സ്വലാത്തും എല്ലാ അദ്കാറുകളും എല്ലാ ഔറാദുകളും ഞങ്ങൾ ഇബാദത്തിനെയും നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, നീയാണ് ഉത്തരം നൽകുന്നത്. നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് ഉത്തരം നൽകണേ അല്ലാഹ്. പവിത്രമാക്കപ്പെട്ട മജ്ലിസ്, മഹാന്മാരുടെ കാവലുള്ള മജ്ലിസ്, മഹത്താക്കപ്പെട്ട ദിക്ർ, അത്ഭുതകരമായിട്ടുള്ള ദിക്ർ ചൊല്ലുന്ന മജ്ലിസ്, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന മജ്ലിസ്, സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസ്, ധാരാളം ആളുകൾക്ക് വലിയ ഉത്തരം ലഭിച്ച മജ്ലിസ്. ഞാൻ ഓരോരോ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ഓരോരോ അനുഭവങ്ങൾ ഇന്നലെ 2 ആളുകളാണ് അനുഭവങ്ങൾ പങ്കുവെച്ച് എന്നെ വിളിച്ച് സന്തോഷം അറിയിച്ചത്. മജ്ലിസിന്റെ ഫളില് അറിയിച്ചത് 2 ആളുകൾ.
ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞത്, തങ്ങളെ, എൻ്റെ മകൻക്ക് ഞാൻ ഉദ്ദേശിച്ച ജോലി റെഡിയായി. മജ്ലിസിലേക്ക് ഒരു ഹദിയ, ഒരു നേർച്ച ഞാൻ മനസ്സിൽ കണ്ടിരുന്നു. എല്ലാ മജ്ലിസിലും പങ്കെടുക്കുന്ന ഒരു സഹോദരിയാണ് തങ്ങളെ. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂട്ടി ഞാൻ ആ സഹോദരി പറഞ്ഞതാ ഞാൻ പറയുന്നത്. എല്ലാവരും അങ്ങോട്ട് കൂട്ടിയിട്ട് ഞാൻ ആ മജ്ലിസിൽ പങ്കെടുക്കും. ഞങ്ങൾ സുബ്ഹി കഴിഞ്ഞിട്ട് മരോളുണ്ടാകും, പേരക്കുട്ടികളുണ്ടാവും, ഞാനിരിക്കും. ഫോണ് വെച്ച് ഞങ്ങൾ ഇരുന്ന് ദിക്റുകൾ ചൊല്ലും. ആ ദുആയിൽ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട് തങ്ങളെ. ഒരു മുറാദാ ഞാൻ വെച്ചത്, ഒരു മുറാദാണ് ഞാൻ മജ്ലിസിൽ ഇരിക്കുമ്പോൾ ഞാൻ വെച്ചത്. മകനക്കൊരു ഖൈറായ ജോലി റെഡിയാവണം. അവൻ പ്രവാസിയായിരുന്നു, ഒരു ജോലി ഉണ്ടായിരുന്നു, ഒരു ഓഫീസിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോയി. വലിയ വേജാറിലും വലിയ ദുഃഖത്തിലുമായിരുന്നു. അപ്പൊ ഈ മജ്ലിസിലിരുന്നു. തങ്ങൾ പറയാറുണ്ടല്ലോ, മുറാദുകൾ ഹാസിലാകുന്നു. അങ്ങനെ ഞാൻ ഇരുന്നതാണ്. ഞാൻ ദുആ വസിയത്തുകൾ അറിയിക്കാറുണ്ട് കമന്റ് സെക്ഷനിൽ. അവർ പറഞ്ഞതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് അത്ഭുതമെന്നോണം ഇൻഷാ അല്ലാഹ് മകൻക്കൊരു ഖൈറായ ജോലി കമ്പനിയിൽ റെഡിയായിട്ടുണ്ട്. തങ്ങളെ നിലനിൽക്കാനും അവിടെ നിലനിൽപ്പിന് വേണ്ടിയും സാലറിയിലൊക്കെ വർധനവുണ്ടാവാനും തങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവേ റഹ്മാനുർ റഹീമീനായ തമ്പുരാനെ, അല്ലാഹുവേ നീ നിലനിൽപ്പ് കൊടുക്കണേ അല്ലാഹ്, സാലറിയിൽ വർധനവ് കൊടുക്കണേ അല്ലാഹ്, ജോലിയിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്. പിന്നെ രണ്ടാമത് വിളിച്ചത് ഒരു സഹോദരൻ വിളിച്ചിട്ട് മകന്റെ കല്യാണം റെഡിയാവാൻ. ഭാര്യ പോയി മജ്ലിസിലിരിക്കുന്നതാണ് തങ്ങളെ, മജ്ലിസിലിരിക്കുന്നതാണ്. ഞാനാണ് വിളിക്കുന്നത്, അവന്റെ ഉപ്പയാണ്. എൻ്റെ മകൻക്കൊരു ഖൈറായ ഒരു കല്യാണം റെഡിയാവാൻ നിയത്ത് വെച്ചിരുന്നു. മജ്ലിസിലിരുന്നു. അൽഹംദുലില്ലാഹ്. മജ്ലിസിൽ ചൊല്ലുന്ന ഈ ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, മജ്ലിസിന്റെ മഹാന്മാരായ ഉപ്പാപ്പമാരുടെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട്, അവരെ കാവല് കൊണ്ട് എൻ്റെ മകൻക്കൊരു ഖൈറായൊരു ബന്ധം എടുത്തിട്ടുണ്ട് തങ്ങളെ. അത് ഖൈറായി നടക്കാനും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളില്ലാതെ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി കഴിഞ്ഞുകൂടാൻ തങ്ങൾ പ്രത്യേകമായി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ്. അങ്ങനെ രണ്ട് ഫضലാണ് മജ്ലിസിൽ. ഇന്നലെ മജ്ലിസില്ലായിരുന്നു. അതിൽ വലിയ സങ്കടം അറിയിച്ചവര്, വലിയ വിഷമം അറിയിച്ചവര് ഇന്നലെ ഒരു പരിപാടിയിലേക്ക് പോയി. എത്താൻ ലേറ്റായപ്പോഴാണ് മജ്ലിസ് ഇല്ലാതിരുന്നത്. അങ്ങനെ ചില പരിപാടികളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മളെ മജ്ലിസ് തൽക്കാലം ഉണ്ടാവൂല. അതുകൊണ്ട് ബേജാറാവണ്ട, ബുദ്ധിമുട്ടാവണ്ട, ആരും വിഷമിക്കണ്ട. ഇൻഷാ അല്ലാഹ് ചൊല്ലുന്ന ദിക്റൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് നിങ്ങൾ തന്നെ തനിയെ ചൊല്ല്. ആ സുബഹി നിസ്കാരം കഴിഞ്ഞ് ചൊല്ലി നിങ്ങൾ തന്നെ ദുആ ചെയ്യുക. അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്. ആരും മജ്ലിസ് മുടക്കരുത്, ആരും മജ്ലിസ് മുടക്കരുത്. ഒരാളും മജ്ലിസിൽ ഒരാൾ പങ്കെടുത്തോ എത്ര കാലം നീ മജ്ലിസ് ഉണ്ടോ അത്രയും കാലം നിങ്ങൾ പങ്കെടുക്കണം. മരണം വരെ നീ നിലനിർത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്, ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ സയ്യിദിയും കുടുംബത്തിനും അല്ലാഹുവേ ഈ ദിക്റുകളൊക്കെ ചൊല്ലാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ആളുകൾ അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. മുറാദുകളെ എഴുതി അറിയിക്കുന്നവർ ധാരാളം ആളുകളെ എഴുതി അറിയിക്കാറുണ്ട്. പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ മുറാദും നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ തമ്പുരാൻ. ഒരു തബറുക്കിന് വേണ്ടി, ഒരു ബർക്കത്തിന് വേണ്ടി കുറച്ച് നസീഹത്ത് എന്ന് പറഞ്ഞെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിലേക്ക് കടക്കാം. മഹാന്മാരായ ഔലിയാക്കളെ ഹദറത്തിലേക്ക് വിളിക്കുന്ന ഫാത്തിഹ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ശറഫാക്കപ്പെട്ട റൗള ഷരീഫിലേക്ക് ഞങ്ങൾ സ്ഥിരമായി
സ്ഥിരമായി പ്രഭാത സമയത്ത് വിളിക്കുന്ന ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാ. അവിടത്തേക്ക് നീ എത്തിക്കണേ അല്ലാ. റൗള ഷരീഫിലേക്ക് നീ എത്തിക്കണേ അല്ലാ. ധാരാളം ആളുകൾ മരിക്കുന്നതിന് മുമ്പ് ആ റൗളയിലൊന്ന് ചെന്നുകൊണ്ട് നിങ്ങളെ നേതാവിന്റെ സാരത്തൊന്ന് ചെന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ വിളിക്കുന്ന ഫാത്തിഹയുടെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി മജ്ലിസിൽ ഇരിക്കുക. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. إلى حضرة حبيبنا وشفيعنا مصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا قطب رباني والعوس السمداني ملاذنا الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان العارفين أحمد الكبير الرفائي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا أبو الحسن الشاذلي قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا فقر الدماء والسلواري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة سيدنا وسندنا سلطان الحمد خواجة معين الدين الجستير الأجميري قدس الله سره العزيز. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم
المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا إبراهيم بادشاه بدي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا شاه الأمين الناوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا داود الحكيم الطفيلي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان السيد علوي المنفرمي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا قطب الزمان جدي باحسن جبلني كدلندي قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سليمان جن قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة سيدنا وسندنا سيم مدوري قدس الله سره العزيز الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة من ماتوا منا خاصة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. أرحم الراحمين يا تبراني ഞങ്ങളോദിയ ഫാത്തിഹയെ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളെ വിളിച്ച മഹാന്മാരുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. നിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ഞങ്ങളെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസിലാക്കണേ അല്ലാഹ്. വലുതും ചെറുതുമായ എല്ലാ മുറാദും നീ ഹസിലാക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾ വിളിച്ച ഫാത്തിഹ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ കബൂലാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്.
ദിക്റിന്റെ മജ്‌ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോ ദിക്ർ പറയുന്ന സമയത്ത് അതോടുകൂടി ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർഹമുർ റഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങൾ ചൊല്ലിയ തഅലീലിനെ സ്വീകരിക്കണം അല്ലാഹ് ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ ധാരാളം ആളുകൾ മൗത്തായി പോയി അല്ലാഹ് അവരെ ഖബറിലേക്ക് ഈ തഅലീലിനെ എത്തിക്കണം അല്ലാഹ് ഒരു നൂറാനിയത്തായി ഒരു പ്രകാശമായി അല്ലാഹുവേ നീ എത്തിക്കണം അല്ലാഹ് അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണം അല്ലാഹ് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് നൽകണം അല്ലാഹ് ഈ മജ്‌ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ് നീ ഹസനാക്കി കൊടുക്കണം അല്ലാഹ് ഈ തഹ്ലീലിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നീ ഹസനാക്കി കൊടുക്കണം അല്ലാഹ് നീ ഹസനാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങൾ നിന്നെ കബൂലാക്കണം അല്ലാഹ് ഇൻഷാ അല്ലാഹ് അടുത്തത് ഒരു 33 പ്രാവശ്യം യാ ഹയ്യു യാ ഖയ്യൂം എല്ലാ പ്രയാസങ്ങളും ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മാറട്ടെ എല്ലാ ബുദ്ധിമുട്ടുകളും തീരട്ടെ എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവേ നീ തരണം ചെയ്യണേ അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് മജ്‌ലിസിൽ ഇരിക്കുന്നവർക്ക് ധാരാളം മുറാദ് നീ ഹസനാക്കണം യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു യാ ഖയ്യൂം
അർഹമുർറഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ദിക്റിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ഞാൻ ബർക്കത്തുണ്ട് അല്ലാഹ്. ഞങ്ങളുടെ ഉദ്ദേശം നീ സഫലീകരിക്കണം അല്ലാഹ്. മജ്ലിസിലിരിക്കുന്നവർക്ക് ധാരാളം മുറാദുകളുണ്ട് അല്ലാഹ്. നീ ഹസനാക്കി കൊടുക്കണം അല്ലാഹ്. നീ പോണീച്ച് കൊടുക്കണം അല്ലാഹ്. ധാരാളം കടങ്ങളിൽ പ്രയാസപ്പെടുന്നവർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. അല്ലാഹുവേ നീ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം അല്ലാഹ്. നീ എളുപ്പമാക്കണം അല്ലാഹ്. ലക്ഷക്കണക്കിന് കടമുള്ളവർ, കോടിക്കണക്കിന് കടമുള്ളവരുണ്ട് അല്ലാഹ്. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നീ നൽകല്ല അല്ലാഹ്. ഈ ദിക്റിന്റെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ കടങ്ങളെ പരിപൂർണമായി നീ തീർത്ത് നൽകണം അല്ലാഹ്. നീ തീർത്ത് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് ഇസ്തിഗ്ഫാർ ഒരു 33 പ്രാവശ്യം നമ്മളെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, നമ്മളെ മനസ്സിലുള്ള കറകളെ മായ്ച്ചു കളയാൻ ഒരു മഹത്താക്കപ്പെട്ട ഇസ്തിഗ്ഫാർ എല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്തിഗ്ഫാർ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ العظيم استغفر الله 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 العظيم. അർഹമുർറഹീമീനായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഈ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി കളയണം അല്ലാഹ്. ഞങ്ങളെ പാപങ്ങളെ നീ പുറത്ത് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങളെ നീ കഴുകി ശുദ്ധീകരിക്കണം അല്ലാഹ്. ശുദ്ധീകരിക്കണം അല്ലാഹ്. ഈ ഇസ്തിഗ്ഫാറിനെ നീ സ്വീകരിക്കണം അല്ലാഹ്. നീ സ്വീകരിക്കണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മഹത്താക്കപ്പെട്ട ദിക്ർ എല്ലാവരും എൻ്റെ കൂടെ ഒരു 11 പ്രാവശ്യം ചൊല്ല്. ഒരു തബറുക്കിന് വേണ്ടി, ബർക്കത്തിന് വേണ്ടി 11 പ്രാവശ്യം ചൊല്ല്. കൂടുതലൊന്നുമില്ല ഒരു 11 പ്രാവശ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു
യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റഹ്മാൻ റഹീമീനായ അല്ലാഹ് ഈ മഹത്താക്കപ്പെട്ട ദിക്ർ നീ സ്വീകരിക്കണേ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ് ഇതിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ പൂർണ്ണീച്ച് നൽകണേ അല്ലാഹ് ധാരാളം മുറാദുകളുള്ളവർ മജ്ലിസിലുണ്ട് അല്ലാഹ് നീ സഫലീകരിച്ച് കൊടുക്കണേ അല്ലാഹ് ഒരു വീടില്ലാത്തവര് വീടിന് കൊതിക്കുന്നവർ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ഒരു കുഞ്ഞിക്കാല് കൊതിക്കുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ സ്വാലിഹത്തായ സ്വാലിഹീങ്ങളായ മക്കളെ നീ കൊടുക്കണേ അല്ലാഹ് അത് കൺകുളിർമയോടെ കാണാൻ അല്ലാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാഹ് നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ് ജോലിയില്ലാത്തവര് മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് ഒരു ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ് ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണേ അല്ലാഹ് പ്രയാസങ്ങളെ നീ അകറ്റി നൽകണേ അല്ലാഹ് തടസ്സങ്ങളെ നീ തീർത്ത് നൽകണേ അല്ലാഹ് അടുത്ത ദിക്ർ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر رحم الراحمين يا الله ذكرني സ്വീകരിക്കണം അല്ലാഹ് നീ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റി നൽകണം അല്ലാഹ് ബുദ്ധിമുട്ടുകളെ നീ തീർത്ത് നൽകണം അല്ലാഹ് ധാരാളം രോഗികൾ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ് അല്ലാഹുവേ രോഗങ്ങൾ പരിപൂർണമായ ശിഫാ നീ നൽകണം അല്ലാഹ് ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് മാരകമായ രോഗങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ് മാരകമായ ക്യാൻസർ രോഗം നൽകല്ല അല്ലാഹ് ട്യൂമർ നൽകല്ല അല്ലാഹ് അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ് അല്ലാഹുവേ പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന രോഗങ്ങളല്ലോ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാഹ് നീ നൽകല്ലേ തമ്പുരാനേ ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ ഒരു പവർഫുൾ ആയിട്ടുള്ള ദിക്റാണ് നമ്മളെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നമ്മളെ പ്രയാസങ്ങൾ മാറാൻ ഈ ദിക്ർ ചൊല്ലിക്കോ മഹാന്മാരായ അമ്പിയാക്കൾ ചൊല്ലിയ ദിക്റാണ് ചൊല്ലിക്കോ പ്രയാസഘട്ടത്തില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ചൊല്ലിക്കോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ 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 ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ نعم المولى ونعم النصير حسبنا الله ونعم الوكيل 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 نعم المولى ونعم النصير رحم الراحمين തമ്പുരാനെ ഈ ദിക്ർ നീ സ്വീകരിക്കണം അല്ലാഹ് അല്ലാഹുവേ ഞങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ് അല്ലാഹ് അതിൽ നിന്ന് വലിയ കര ഞങ്ങൾക്ക് നീ കാണിക്കണം അല്ലാഹ് കടത്തിലാണ് അല്ലാഹ് ധാരാളം വിഷമത്തിലാണ് അല്ലാഹ് ടെൻഷനിലാണ് അല്ലാഹ്
മാനസിക പ്രയാസത്തിലാണ് അല്ലാഹുവേ, പൈശാചികമായ ഉപദ്രവത്തിലാണ് അല്ലാഹുവേ, ഇതിനൊക്കെ വലിയ കര അല്ലാഹ് നീ കാണിക്കണേ ഈ ദിക്റിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന് നീ കരകയറ്റണേ നീ കരകയറ്റണേ നീ കരകയറ്റണേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് അടുത്തത് മജ്ലിസിൽ കുറച്ച് സ്വലാത്തുകൾ നമുക്ക് ചൊല്ലാം. ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക്, അവിടുത്തെ കരളിന്റെ കഷ്ടമായ മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് എൻ്റെ ഉമ്മമാരെ, എൻ്റെ സഹോദരിമാരെ നിങ്ങൾ ചൊല്ലണേ. മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ സ്വലാത്ത് ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്, ഈ മാസത്തിൽ നിങ്ങൾ ചൊല്ല്. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വഹ്ലി, اللهم صل على النور وهلي، 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 اللهم صل على النور وهلي. അർഹമുർറഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിനെ ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ ഹഖ് ജാ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കണേ അല്ലാഹ്. അർഹമുർറഹീമീനായ അല്ലാഹ്, ധാരാളം സഹോദരിമാർ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്. മഹദിയായ ഫാത്തിമ ബീവിയോടുകൂടെ അവരെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ്, നീ പ്രവേശിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളെ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം സഹോദരിമാരുണ്ട് അല്ലാഹ്. ഒരു സഹോദരിക്കും അല്ലാഹ് സ്തനർബുദം നീ കൊടുക്കല്ലോ അല്ലാഹ്. സ്തനത്തിന്റെ ഭാഗത്ത് മുഴവന്ന് കുരുവന്നത് മുറിച്ചു മാറ്റുന്ന അവസ്ഥ അല്ലാഹ് മജ്ലിസ് കാണുന്ന ഒരു സഹോദരിക്കും ഒരു ഉമ്മാക്കും നീ കൊടുക്കല്ലോ അല്ലാഹ്, നീ കൊടുക്കല്ലോ അല്ലാഹ്. ഒരു മജ്ലിസിനെ ഹൃദയത്തോട് വെച്ച് വെക്കുന്നവരാണ് അല്ലാഹ്. ഒരു മജ്ലിസ് കണ്ടില്ലെങ്കിൽ തങ്ങളെ എന്തായിരുന്നു പ്രയാസം എന്ന് ചോദിക്കുന്നവരാണ് അല്ലാഹ്. നീ കൊയക്കല്ലോ അല്ലാഹ്, നീ തളർത്തല്ലോ അല്ലാഹ്. അല്ലാഹ് അവർക്ക് ബുദ്ധിമുട്ടോ അടങ്ങാറോ നീ കൊടുക്കല്ലേ തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസിൽ ദുആ വസിയത്തുകൾ ധാരാളം ആളുകൾ മജ്ലിസിന്റെ കമന്റ് സെക്ഷനിൽ ദുആ വസിയത്തുകൾ നേരുന്ന പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ ആരെല്ലാമാണോ എഴുതി അറിയിച്ചത്, മനസ്സിൽ ദുആ വസിയത്തുകൾ കരുതിയത്, ഫോണിൽ അറിയിച്ചവർ, നേരിട്ട് കണ്ടുകൊണ്ട് ദുആ വസിയത്തുകൾ അറിയിച്ചവർ, അല്ലാഹുവേ എല്ലാവരുടെയും സകലമാന മുറാദുൻ നീ ഹസനാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂവണിയിച്ചു കൊടുക്കണേ അല്ലാഹ്. കുറച്ച് ദുആ വസിയത്തുകൾ നമുക്ക് മജ്ലിസിൽ വായിക്കാം. ഗൾഫിലുള്ള മകനിക്ക് ഇപ്പോഴുള്ള ജോലിയേക്കാൾ മറ്റൊരു നല്ല ജോലി ആഗ്രഹം ഉണ്ടായിരുന്നു തങ്ങളെ.
ഇപ്പോഴുള്ള ജോലിക്ക് നേരാവണ്ണം ശമ്പളം കൊടുക്കുന്നില്ല, വളരെ പ്രയാസത്തിലാണ്. മറ്റൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ആ പൊന്നുമകൻക്ക് ഒരു ഖൈറായ നല്ലൊരു ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്, നീ അടുപ്പിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഭർത്താവിന്റെ കടങ്ങളെല്ലാം വീടാനും ടെൻഷൻ മാറി കിട്ടാനും ദുആ ചെയ്യണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. ഭർത്താവിന്റെ ഭാരിച്ച കടങ്ങൾ നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്, ടെൻഷൻ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. തങ്ങളെ വീട്ടിലെ പ്രയാസങ്ങൾ നീങ്ങിപ്പോവാൻ, സഹോദരന്റെ ജോലി ശരിയാവാൻ ദുആ ചെയ്യണേ റഹ്മാനുർ റഹീമീനായ അല്ലാഹ്. വീട്ടിലെ പ്രയാസം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. സഹോദരൻക്ക് ഖൈറായ ജോലി നീ അടുപ്പിക്കണേ അല്ലാഹ്. എൻ്റെ മകനെ ഒരു സ്വാലിഹായ ഇണയെ കിട്ടാൻ ദുആ ചെയ്യണേ തങ്ങളെ. വലിയ പ്രയാസത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. അല്ലാഹുവേ ആ പൊന്നുമകൻക്ക് സ്വാലിഹായ ഒരു ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. തങ്ങളെ എൻ്റെ മോന്റെ വിസ ശരിയാവാൻ ദുആ ചെയ്യണേ അല്ലാഹുവേ. വിസ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാഹ്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അതിൻ്റെ തടസ്സങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. തങ്ങളെ എൻ്റെ പൊന്നുമകൾക്ക് വേണ്ടി ദുആ ചെയ്യണേ പ്ലീസ്. ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ഇൻഷാ അല്ലാഹ്. ആ പൊന്നുമകളെ അല്ലാഹുവേ നീ ഖൈറിലാക്കി കൊടുക്കണേ അല്ലാഹ്. ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ആ പൊന്നുമകൾക്ക് നീ കൊടുക്കല്ലേ അല്ലാഹ്. നിന്റെ കാവൽ നീ കൊടുക്കണേ അല്ലാഹ്. തങ്ങളുപ്പാന്റെ മജ്‌ലിസ് എന്നും നിലനിൽക്കട്ടെ, ഉയർച്ചയിൽ എത്തട്ടെ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വേഗം നോക്കുന്നത് തങ്ങളുപ്പാന്റെ മജ്‌ലിസാണ് നോക്കുന്നത്. എന്നും ഈ മജ്‌ലിസിൽ കൂടാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുറാദുകൾ ഹാസിലാവാൻ തങ്ങളുപ്പാ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ആ സഹോദരിയുടെ എല്ലാ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ആ സഹോദരി ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന സഹോദരിയാണ് അല്ലാഹ്. മജ്‌ലിസിനെ ഇഷ്ടപ്പെടുന്ന സഹോദരിയാണ് അല്ലാഹ്. പ്രയാസം നീ കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ കുടുംബത്തിൽ ഐശ്വര്യം കൊടുക്കണേ അല്ലാഹ്. ബർക്കത്തേകണേ അല്ലാഹ്. അല്ലാഹുവേ തങ്ങളെ വിഷമങ്ങളൊക്കെ ഈ മജ്‌ലിസിന്റെ ഹഖ് ജാ ബർക്കത്തും എല്ലാം റാഹത്തായി തരണേ, തരാൻ വേണ്ടി ദുആ ചെയ്യ് ഇൻഷാ അല്ലാഹ്. വിഷമങ്ങൾ നീ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. പേരക്കുട്ടി മദ്രസയിൽ പോവാൻ ദുആ ചെയ്യണേ, സമ്മതിക്കാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ഇവരുടെ പേരക്കുട്ടിക്ക് മദ്രസയിൽ നല്ല നിലക്ക് പോവാനും ഖൈറായ നിലയിൽ ഇൽമു തരാനും അല്ലാഹ് നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. നീ തൗഫീഖ് കേൾക്കണേ അല്ലാഹ്. തങ്ങളെ ഞാൻ ത്വലാഖിന്റെ വക്കിലാണ് തങ്ങളെ. 2 മാസമായി എൻ്റെ ഭർത്താവ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ട് തങ്ങളെ ഇപ്പോൾ എനിക്ക് ആരും സഹായത്തിനില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറി സ്നേഹത്തോടെ എന്നെയും എൻ്റെ മക്കളെയും സ്വീകരിക്കാൻ ദുആ ചെയ്യണേ. ഒരിക്കലും ത്വലാഖ് സംഭവിക്കില്ല തങ്ങളെ ഇൻഷാ അല്ലാഹ്. റഹ്മാനുർ റഹീമീനായ അല്ലാഹ് അവരോടുള്ള ഇഷ്ടം അവരുടെ ഭർത്താവിൻ്റെ മനസ്സിൽ നീ ഇട്ട് കൊടുക്കണേ അല്ലാഹ്. ഒരിക്കലും പിരിയുന്നൊരവസ്ഥയിലേക്ക് നീ എത്തിക്കല്ല അല്ലാഹ്. നീ എത്തിക്കല്ല അല്ലാഹ്. പൊന്നു മക്കളുള്ളതാണ് അല്ലാഹ്. അല്ലാഹുവേ നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ദുആ വസിയത്തോടെ തങ്ങളെ ഇൻഷാ അല്ലാഹ്. എൻ്റെ മോൻ അഗ്നോക്കിൽ സ്ഥിര ജോലി കിട്ടാനും നല്ല സാലറി കിട്ടാനും ദുആ ചെയ്യണം തങ്ങളുപ്പാ ഇൻഷാ അല്ലാഹ്. ജോലിയിൽ ഖൈർ കൊടുക്കണേ അല്ലാഹ്. ആ ജോലി സ്ഥിരപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. തങ്ങളെ എൻ്റെ മോൻ്റെ അസുഖം മാറാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അസുഖം നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. എനിക്കും എൻ്റെ കുടുംബത്തിനും ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീഖ് ചെയ്യാൻ തങ്ങളുപ്പാ ദുആ ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഹജ്ജും മഖ്ബൂലും മബ്റൂറും മർളിയുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. ദുആയിൽ ഉൾപ്പെടുത്തണേ തങ്ങളെ ഇൻഷാ അല്ലാഹ്. എൻ്റെയും എൻ്റെ മക്കളുടെയും ശരീരത്തിലെ ചൊറി മാറാൻ ദുആ ചെയ്യണം തങ്ങളുപ്പാ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. നല്ല വിലക്ക് വീട് വിട്ട് കിട്ടാൻ ദുആ ചെയ്യണം. എൻ്റെ മക്കളുടെ സ്വഭാവം നന്നാവാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എൻ്റെ മോന് 33 വയസ്സായി. ഖൈറായി വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ ദുആ ചെയ്യണം അല്ലാഹുവേ. ഖൈറായി ഇണയെ നീ അടുപ്പിക്കണേ അല്ലാഹ്. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ മോന് ഗൾഫിൽ ലീവിന് വന്നാണ് തറപ്പണി തുടങ്ങാൻ ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. മുറാദ് ഹസിലാവാൻ ദുആ ചെയ്യണം.
പേരക്കുട്ടിക്ക് ഹാർട്ടിൽ ഹോളുണ്ട്, 4 മാസത്തിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നീ ശിഫ കൊടുക്കണേ അല്ലാ. ഓപ്പറേഷൻ ഇല്ലാതെ നീ കഴിച്ചിലാക്കി കൊടുക്കണേ അല്ലാ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ, മുറാദ് ഹാസിലാവാൻ, മക്കൾ പഠിപ്പുണ്ടാവാൻ ദുആ ചെയ്യണേ, ഹലാലായ ജോലി കിട്ടാൻ ദുആ ചെയ്യണേ. അങ്ങനെ ധാരാളം ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് കുറെ കൂടുതലൊക്കെ വായിച്ചിട്ടുണ്ട്. പരമാവധി ദുആ വസിയത്തുകൾ വായിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു എല്ലാവരുടെയും മുറാദിനെ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. അല്ലാഹു ആരെല്ലാമാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തത്, അല്ലാഹു എല്ലാവരുടെയും മുറാദിനെ ഹാസിലാക്കി കൊടുക്കണം അല്ലാഹ്. അവരെ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണം അല്ലാഹ്. അവരെ ബുദ്ധിമുട്ടുകൾ നീ തീർത്ത് കൊടുക്കണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ കൂട്ടമായി ദുആ ചെയ്യാൻ പോവാണ്. അല്ലാഹു നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. آمين. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا الله، يا ملك يا الله، يا قدوس يا الله، يا سلام يا الله، يا مؤمن يا الله، يا معين يا الله، يا عزيز يا الله، يا جبار يا الله، يا متكبر يا الله، يا خالق يا الله، يا رافع يا الله، يا مذل يا الله، يا سميع يا الله، يا ذا الجلال والإكرام يا الله. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. يا ودود يا ودود يا ودود يا الله. أرحم الراحمين يا راجاد راجناയ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമീനായ തമ്പുരാനെ, അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്, നീ ഖൈബാക്കി തട്ടിക്കളയല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്, ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണേ അല്ലാഹ്. ഹസദില്ലാത്ത കിബ്റില്ലാത്ത നല്ല സംശുദ്ധമായ ഹൃദയങ്ങളാക്കണേ അല്ലാഹ്, ഹൃദയങ്ങളാക്കണേ തമ്പുരാനെ. ഈ പവിത്രമാക്കപ്പെട്ട ദിനത്തിൽ അല്ലാഹ് ഞങ്ങളിതാ നിന്നിലേക്ക് ഉയർത്തുന്ന കരങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ്, ഉത്തരം നൽകണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിൽ ഞങ്ങൾ ചൊല്ലിയ ദിക്റുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ധാരാളം മുറാദുകൾ അവർ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുണ്ട് അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിവസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട്, മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളിൽ കഴിഞ്ഞു പോയ മാസത്തിന്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, അവരെ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ച് നൽകണേ അല്ലാഹ്. ധാരാളം മുറാദുള്ളവർ തങ്ങളെ ദുആ ചെയ്യണേ, മജ്ലിസിൽ പ്രത്യേകമായി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദ് അല്ലാഹ് ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ തമ്പുരാനെ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നമ്മളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവര് എൻ്റെ സഹോദരിമാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാഹ്. ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹു അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ അല്ലാഹ്. ജോലി ഉള്ളവർക്ക് അല്ലാഹ് അതിൽ വലിയ ബർക്കത്ത് കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹു അവരെ ദുശീലങ്ങളെ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, അവരെ സ്വഭാവങ്ങളെ നന്നാക്കണേ അല്ലാഹ്, അവരെ ജീവിതത്തിൽ ഐക്യം നീ
പ്രദാനം ചെയ്യണേ അല്ലാ. റാഹത്തോടുകൂടി മനസ്സമാധാനത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എൻ്റെ സഹോദരിമാരുണ്ട് അല്ലാ, എൻ്റെ സഹോദരന്മാരുണ്ട് അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. റൗഡികളും തമ്മാടികളും ആക്കല്ലേ അല്ലാ. ലഹരിക്കടിമപ്പെടുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റില്ല അല്ലാ. മക്കളെ കാരണത്താൽ കണ്ണീര് വാർക്കേണ്ട ഒരവസ്ഥ അല്ലാഹുവേ ഈ മജ്ലിസ് കാണുന്ന ഒരു മാതാപിതാക്കൾക്കും അല്ലാഹുവേ നീ കൊടുക്കല്ല അല്ലാ, നീ കൊടുക്കല്ല അല്ലാ. റൗഡികളാക്കല്ല അല്ലാ, തമ്മാടികളാക്കല്ല അല്ലാ. വീടിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളെയാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ, മക്കളാക്കണേ അല്ലാ. കടമാണ് തങ്ങളെ, വലിയ പ്രയാസത്തിലാണ് തങ്ങളെ. ലക്ഷക്കണക്കിന് കടമുണ്ട്, കോടിക്കണക്കിന് കടമുണ്ട് തങ്ങളെ. ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഈ നല്ല ഒരു ദിവസത്തിൽ അല്ലാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ ഉയർത്തുന്ന കരങ്ങള് അല്ലാ നീ തട്ടി മാറ്റല്ല അല്ലാ. അവരെ കടങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ലക്ഷക്കണക്കിന് കടമുണ്ടെങ്കിലും കോടിക്കണക്കിന് കടമുണ്ടെങ്കിലും അല്ലാഹുവേ തീർക്കാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ. ഷഹീദിന് പോലും പൊറുക്കാത്ത കടബാധ്യത അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാ, നീ നൽകല്ല അല്ലാ. ഞങ്ങളെ കണ്ണടയുന്നതിന് മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണേ അല്ലാ, നീ എളുപ്പമാക്കണേ തമ്പുരാനെ. ഒരു വീടില്ല തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ. ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ അല്ലാ, ഹൈറായ ഭവനം നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റഹ്മാൻ റഹീമീനായ തമ്പുരാനെ, മക്കളെ കാര്യം പറഞ്ഞുകൊണ്ട് അവരെ വിവാഹ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഒരു ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, സ്വലീഹീങ്ങളായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ലാ, നീ അടുപ്പിച്ച് കൊടുക്കണേ അല്ലാ. അവരുടെ ജോലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രയാസം പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. ഹൈറായ ജോലി മക്കൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാ. വിസിറ്റിങ്ങിന് പോയതാണ് തങ്ങളെ, 3-4 മാസമായി റൂമിലാണ്. CV ധാരാളം ഓഫീസുകളിൽ കൊടുത്തു, ഒരു വിളിയുമില്ല തങ്ങളെ. ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ, സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മക്കൾക്ക് ഹൈറായ ജോലി നീ പ്രദാനം ചെയ്യണേ അല്ലാ, നീ പ്രദാനം ചെയ്യണേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മനസ്സ് നീ നൽകണേ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. രോഗങ്ങളെ നീ പരിപൂർണമായി ശിഫാ നീ നൽകണേ അല്ലാ. മാരകമായ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ നിത്യ രോഗികളാക്കി ഞങ്ങളെ മാറ്റല്ലേ അല്ലാ. പ്രഷർ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, പ്രമേഹം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. ഊരവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. കാൽവേദനയിൽ പ്രയാസപ്പെടുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണമായി ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കിഡ്നി സംബന്ധമായ രോഗികള്, ലിവർ സംബന്ധമായ രോഗികള്, വയറ് സംബന്ധമായ രോഗികള്, ഹൃദയ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ തല സംബന്ധമായ രോഗികള്, കാത് സംബന്ധമായ രോഗികള്, കൺ സംബന്ധമായ രോഗികള്, അല്ലാഹുവേ നീ പരിപൂർണ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ. മൈഗ്രീന്റെ തലവേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, നീ പരിപൂർണ ശിഫാ നീ പ്രദാനം ചെയ്യണേ അല്ലാ. കൺകാഴ്ച മങ്ങി വരുന്നവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാ, കാഴ്ച ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. കേൾവി ശക്തി കുറഞ്ഞു വരുന്നവരുണ്ട് അല്ലാ, അല്ലാഹുവേ കേൾവി ശക്തി നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിൽ അല്ലാ ഒരു രോഗവും നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങൾ സമ്പാദിച്ച സമ്പത്ത് മുഴുവൻ ഹോസ്പിറ്റലിൽ പോയി കൊണ്ടുപോയി കെട്ടിവെക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. മൂത്രത്തിന് പൈപ്പിട്ട്, കാഷ്ടത്തിന് പൈപ്പിട്ട്, ഭക്ഷണത്തിന് പൈപ്പിട്ട് ഒരു മൂലയിൽ കിടക്കേണ്ട അസുഖങ്ങൾ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ, നീ നൽകല്ലേ തമ്പുരാനെ. മരണം ഹൈറാ
മരണമാകുന്ന സമയത്ത് എല്ലാവരുടെ സാന്നിധ്യത്തിൽ നല്ലത് ചൊല്ലിപ്പറഞ്ഞു മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. അർഹമർ റഹീമീനായ അല്ലാഹ്, ധാരാളം പ്രവാസികളെ ഞങ്ങളെ മജ്ലിസ് കാണുന്നവരുണ്ട് അല്ലാഹ്, ഞങ്ങളെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് അല്ലാഹ്, മജ്ലിസിലേക്ക് സഹായിക്കുന്നവരുണ്ട് അല്ലാഹ്, സഹകരിക്കുന്ന പ്രവാസികളുണ്ട് അല്ലാഹ്. എൻ്റെ പ്രവാസികളെ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. അവിടുന്ന് മരണപ്പെട്ട് പെട്ടീനാക്കി ജനാസ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കു നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ആമീൻ പറയുന്ന ഒരു ആമീൻ പറയുന്ന പ്രവാസികളുടെ ഭാര്യമാരുണ്ട് അല്ലാഹ്, അവർക്ക് കൊടുക്കല്ല അല്ലാഹ്, നീ കൊടുക്കല്ല തമ്പുരാനെ. തനാസുൽ മാറി കിട്ടിയിട്ടില്ല തങ്ങളെ, ഇഖാമ റെഡിയായിട്ടില്ല, ദുആസിനെന്ന് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, ആ പ്രയാസങ്ങൾ നീ മാറ്റി കൊടുക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് റാഹത്ത് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ധാരാളം ദ്വീപിലുള്ള എൻ്റെ സഹോദരന്മാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, എൻ്റെ ദ്വീപുകാരെ നീ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല അല്ലാഹ്. ഞങ്ങളുമായി അഭേദ്യമായ ബന്ധമുള്ളവരാണ് ദ്വീപുകാർ, അവരെ കൊയക്കല്ല അല്ലാഹ്, നീ തളർത്തല്ല തമ്പുരാനെ. ധാരാളം ആളുകൾ മജ്ലിസ് അല്ലാഹ്, ഒരു മജ്ലിസ് പോലും മുടക്കാത്തവരുണ്ട് അല്ലാഹ്, അവരെ നീ കൊയക്കല്ല അല്ലാഹ്, അവർക്ക് പ്രയാസം കൊടുക്കല്ല അല്ലാഹ്, അവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന ദിക്റിന്റെ ഹക്ക് ജാഉ ബർക്കത്ത് കൊണ്ട് അവരെ കടങ്ങളെ നീ വീട്ടി കൊടുക്കണം അല്ലാഹ്, അവരെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം അല്ലാഹ്, അവരെ മുസീബത്തുകളെ നീ തീർത്ത് സലാമത്തവർക്ക് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹ്, ആക്സിഡന്റ് അപകട മരണങ്ങൾ അല്ലാഹ് ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. നടുറോട്ടിൽ നിന്ന് പെറുക്കിയെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ നീ മാറ്റല്ല അല്ലാഹ്, നീ മാറ്റല്ല തമ്പുരാനെ. ധാരാളം സഹോദരിമാരിന്റെ സഹോദരന്മാര് കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്, എല്ലാ മജ്ലിസിന്റെ അടിയിലും കമന്റ് ബോക്സിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ്. അവരെ മുറാദിനെ നീ ഹാസിലാക്കണേ അല്ലാഹ്, അവരുടെ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു കൊടുക്കണേ അല്ലാഹ്, അവരുടെ പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കും നീ റാഹത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, ഐശ്വര്യം ഞങ്ങളുടെ ജീവിതത്തിൽ നിറക്കണേ അല്ലാഹ്. ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയി അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് കണ്ടുകൊണ്ടിരുന്നവര്, കഴിഞ്ഞ വർഷം നമ്മളെ മജ്ലിസിൽ പങ്കെടുത്തവര് ഇന്ന് ഖബറിലാണ് അല്ലാഹ്, 6 അടി മണ്ണിലാണ് തമ്പുരാനെ. അവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, അവരെ ഖബറിടം നീ റാഹത്തിലാക്കണേ അല്ലാഹ്, സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാഹ്, സ്വർഗത്തിൽ നിന്നൊരു ഫിറാശ് അവരെ ഖബറിലേക്ക് നീ വിരിപ്പിച്ചിട്ട് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, 10 മാസം നൊന്ത് പ്രസവിച്ച് മാറോടണച്ച മിഞ്ഞ പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്ന് ഖബറിലാണ് അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലുന്ന എല്ലാ ദിക്റുകളും പൊന്നുമ്മാന്റെ ഖബറിലേക്ക് അതിന്റെ മിസ്ല സവാബ് നീ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉമ്മാക്ക് മാപ്പ് ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഉമ്മ ചെയ്ത ജീവിതകാലത്ത് ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നതുപോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നുപ്പ ഇന്ന് ഖബറിലാണ് അല്ലാഹ്, ഉപ്പ ഇന്ന് ഖബറിലാണ് തമ്പുരാനെ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, ഉപ്പ ചെയ്ത എല്ലാ അമാലുകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്, ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാഹ്. ഉപ്പാന്റെ ഖബർ കണ്ടെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാഹ്, വിശാല നൽകണേ അല്ലാഹ്, വിശാല നൽകണേ തമ്പുരാനെ. റഹ്മർ റഹീമീനായ അല്ലാഹ്, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും അതുപോലെ മൗത്താകും അല്ലാഹ്. ഞങ്ങളെ വീടിന്റെ ഇമ്മരപ്പടിയിൽ ഉണക്കക്കെട്ടിൽ ഞങ്ങളെ മലർത്തി അങ്ങ് കെടുത്തു അല്ലാഹ്. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കില് പഞ്ഞി തിരുകപ്പെടും അല്ലാഹ്. ആ സമയത്ത് മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്, മുഖത്തീമാനിന്റെ പ്രഭ നൽകണേ അല്ലാഹ്.
ഞങ്ങളെ ജനാസയും ചുമന്ന് വയ്യോരങ്ങളിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് ഖദ്ദിമൂനി ഖദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണമല്ലോ, ഞങ്ങളെ ജനാസയെ ചേർക്കണേ തമ്പുരാനെ. ഊരക്ക് മുണ്ടിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. ഈ കവിള് മണ്ണിനോട് ചേർക്കപ്പെടുമല്ലോ. ഖബറിൽ രക്ഷ നൽകണമല്ലോ. എന്റെ മാലാഖന്മാരുടെ സഹായം ഖബറിൽ നൽകണമല്ലോ. നീ നൽകണമല്ലോ. തേളുകൾക്കും പാമ്പുകൾക്കും പുഴുക്കൾക്കും പകരം ഞങ്ങൾ ചെയ്ത അമാലുകളെ കൂട്ടാളിയാക്കണമല്ലോ. അമാലുകളെ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. റഹ്മുർ റഹീമീനായ അല്ലാഹ്, ഉപ്പാപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്, ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കല്യാണം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്, ഏറ്റമേറ്റം ഉദവി നൽകണേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരിശ് ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.